നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സീരീസിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. നമ്മൾ 30 ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ് പറയുന്നത്. അതിലെ പാർട്ട് 1 10 ടെക്നിക്സ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇത് പാർട്ട് 2 ആണ് കേട്ടോ. ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല തിരക്കുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്തായാലും പ്രയോറിറ്റൈസ് ചെയ്തേ മതിയാവുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയവും കുറവാണല്ലോ ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് അനാവശ്യമായ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പലതരത്തിലാവാം ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ്. ഒന്നില്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ യൂസ് ആവാം, മൊബൈലിലെ നോട്ടിഫിക്കേഷൻസ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോൺ കോൾസ് ആവാം, നമുക്ക് അനാവശ്യമായ ലെങ്തിലുള്ള ഫോൺ കോൾസ് ആവാം, ടി വിയിലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലാത്ത പ്രോഗ്രാംസ് ആവാം. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരാം. അപ്പോൾ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈമിനെ ഏറ്റവും നന്നായിട്ട് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയേ കഴിയുള്ളൂ. ഇനി നമുക്ക് പലതരം ടാസ്കുകൾ, റുട്ടീനായിട്ട് വരുന്ന പല ടാസ്കുകളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതായത് ഇപ്പം പല ബില്ലുകൾ അടയ്ക്കണം. അപ്പം റെഗുലറായിട്ട് ആ ബില്ല് അടയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ആ ബില്ല് അടയ്ക്കുന്നത് അത് നമ്മൾ നോക്കി ചെയ്യുക. അപ്പം കുറേ കാര്യങ്ങൾ നമ്മളുടെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മൾ മന്ത്ലി ചെയ്യുന്നത് നമുക്ക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് അധികമായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെപ്പറേറ്റ് മന്ത്ലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ടൈം ആൻഡ് എഫേർട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് ഡേറ്റ്സ്, ബില്ലൊക്കെ പേ ചെയ്യുന്നതിൻ്റെ ഡേറ്റ്സ് നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും നമ്മളുടെ പിന്നെ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും അങ്ങനെ നമുക്ക് ബെറ്ററായിട്ട് ടൈം മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് ഒരാൾ നമ്മളോടൊരു സഹായം അഭ്യർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ പറയാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്, അവരോട് എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുക. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് പലർക്കും, മോസ്റ്റ്ലി എല്ലാവർക്കും ഉള്ളത്. പക്ഷേ നമ്മളെപ്പോഴും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണോ, നമുക്കതിനുള്ള സമയമുണ്ടോ, ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ, ഇതും കൂടി ആലോചിച്ച് വേണം നമ്മളെപ്പോഴും യെസ് പറയാൻ. അല്ലാതെ എല്ലാത്തിനും യെസ് പറഞ്ഞാൽ അത് ആ ഒരു സമയത്ത് നമുക്ക് ഓക്കെ അവരോട് നോ പറയേണ്ടി വന്നില്ല എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിലും അതിന് ശേഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും മെൻ്റൽ സ്ട്രെസ്സും ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ ചെയ്യണം. അങ്ങനെ പറയാൻ ശീലിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അതും ഒരു വേ ഓഫ് പ്രയോറിറ്റൈസിങ് തന്നെയാണ്. എല്ലാത്തിനും യെസ് പറഞ്ഞാൽ നമുക്കൊരിക്കലും പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഈവൻ നമ്മുടെ പാർട്ട്ണറോടാവാം, നമ്മുടെ കുട്ടികളോടാവാം, അതല്ലെങ്കിൽ ബാക്കി നമ്മുടെ സർക്കിളിൽ വരുന്ന മറ്റാളുകളോടാവാം. എല്ലാ കാര്യത്തിനും യെസ് പറഞ്ഞ് എല്ലാത്തിനും നമ്മൾക്ക് ഇടപെടാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ നോ പറയാൻ പറ്റുന്ന ആളുകൾക്കാണ് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുക. നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നമുക്കൊരു ഓരോ ദിവസവും ബെറ്ററായിട്ട് പോകണം. ഓരോ കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ബിഗിനർ ആണെങ്കിൽ കൂടിയും ഓരോ ദിവസം കഴിയും തോറും നമ്മൾ എക്സ്പേർട്സ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ബെറ്ററായിട്ട് സമയം മാനേജ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഡേ എങ്ങനെ പോയി എന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പാലിച്ചിട്ടുണ്ടോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായിട്ടുണ്ടോ, എന്തൊക്കെയാണ് നമ്മുടെ മിസ്റ്റേക്സ്. ഓക്കെ, മിസ്റ്റേക്സ് പറ്റാണ്ടിരിക്കില്ലല്ലോ എന്തായാലും. അപ്പം ഇന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ കമ്മിങ് വീക്കിൽ നമുക്ക് എങ്ങനെ ഈ മിസ്റ്റേക്സ് വരാതിരിക്കാം, ഇതിനെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് ചെയ്യാം.
നോട്ട്ബുക്കിലോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഡയറി എഴുതുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്ലിക്കേഷൻസ്, ടൂൾസ് എല്ലാം ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ ടൈം ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണ് നമ്മളുടെ ടൈം ലൂസ് ചെയ്തത്, അല്ലെങ്കിൽ ടൈം നന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത് ട്രാക്ക് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും ടൂൾസും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. നമ്മുടെ ഫോണിൽ തന്നെ എന്താ പറയുക, നമുക്ക് ഫോണിൽ തന്നെ പുതിയതൊന്നും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ സ്ക്രീൻ ടൈം അനാലിസിസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരുന്ന ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആകുമ്പോൾ നമ്മുടെ ടൈം ഇവിടെ ഇത്രയും സ്ക്രീൻ ടൈം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, വാട്സാപ്പിൽ ഇത്രയും സ്ക്രീൻ ടൈം ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവുക. ഇത്രയും അവേഴ്സ് നമ്മൾ സ്ക്രീനിൽ നിന്നിട്ടുണ്ട്, അപ്പം അടുത്ത ദിവസവും നമ്മൾ ഇത് ഒന്ന് കുറയ്ക്കണം. അങ്ങനെ ആണ് നമ്മൾ ടൈം ഒന്ന് ട്രാക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന ഒരു പോയിൻ്റാണ് സോഷ്യൽ മീഡിയ യൂസ് കൺട്രോൾ ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ടൈം എവിടെയാണ് വേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സമയം വെക്കാം. അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളിതിൽ ഏത് സമയവും ഓൺ ചെയ്ത് അങ്ങനെ പോവാതെ നമ്മുടെ മെയിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ടൈം വെക്കുക. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ ഇത്ര സമയം ഒരു ഇൻ്റർവെൽ കൊടുക്കുക. ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 hours കഴിഞ്ഞേ ചെക്ക് ചെയ്യുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു റൂള് കൊണ്ടുവരുമ്പോൾ നാച്ചുറലി നമുക്ക് ഇതൊക്കെ ഒന്നൊരു ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റും. നല്ലൊരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഒരു ഡേയുടെ ഫുൾ കാര്യങ്ങളിരിക്കുന്നത് നമ്മൾ ആ ഡേ എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതിലാണ് അല്ലേ. അപ്പോൾ നല്ലൊരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു ആ ഡേയിലൊരു കൺട്രോൾ വരുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഇപ്പം നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും എല്ലാം ആ ഒരു ഡേയിലെ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് മാറുന്നു. അപ്പോൾ എപ്പോഴും നല്ലൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. എസ്പെഷ്യലി വർക്കിംഗ് ലേഡീസിനൊക്കെ നമുക്ക് ഏറ്റവും അധികം സമയം ആവശ്യമുള്ളൊരു ടൈമാണ് മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാനും കുറച്ച് നമ്മുടെ മൈൻഡിനും ഒന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയും കുറച്ച് സമയം നമുക്ക് കിട്ടുന്നത് നമ്മളിങ്ങനെ റുട്ടീൻസൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുക, പിന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ജേർണലിങ് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അതെല്ലാം ഓരോരുത്തരുടെ സമയവും സന്ദർഭവും സൗകര്യമൊക്കെ അനുസരിച്ച് നമ്മളിതൊന്ന് സെറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ കാര്യം നമ്മുടെ ബാക്കിയുള്ള ഡേയിൽ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളും ടയേർഡാവും അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനും കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിനും ഒരു സമയം അലോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക. ഈ പോയിൻ്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇപ്പം വീട് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് പല സാധനങ്ങളും എവിടെയാണ് മിസ്പ്ലേസ്ഡ് ആവുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ മൊത്തത്തിൽ നമ്മളുടെ റുട്ടീൻസും കാര്യങ്ങളും എല്ലാം ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ കിഡ്സിൻ്റെ റുട്ടീന് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഓർഗനൈസ്ഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ടൈം സെറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാത്തിനുമല്ല, പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് ഫിനിഷാക്കുക. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു 5 കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഈക്വലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനും സമയം അലോട്ട് ചെയ്യുക. കഴിയുമെങ്കിൽ നമ്മളുടെ ഓരോ ജോലികൾക്കും ടൈമർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു മടുപ്പ് ഉണ്ടാവില്ല. ആ ടൈമർ കഴിയുന്ന സമയത്തിനുള്ളിൽ മാക്സിമം അതങ്ങ് ചെയ്ത് തീർക്കാനൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ഡെഡ് ലൈൻ വയ്ക്കുക, ടൈമർ യൂസ് ചെയ്യുക,
ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയും കൂടി നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പാർട്ട് 2-ലെ 10 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അപ്പോൾ പാർട്ട് 2-ൽ നമുക്ക് ഇനിയും 10 പോയിൻറ്റ്സ് കിട്ടി. ഇനി പാർട്ട് 3-ൽ നമ്മൾ വീണ്ടും 10 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ടോട്ടലി ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ടെക്നിക്സ് കിട്ടുക. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഡെഫിനറ്റ്ലി നമ്മളുടെ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കുക. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് കഴിഞ്ഞു പോയാൽ തിരിച്ച് കിട്ടാത്തതാണ് നമ്മുടെ സമയം. അപ്പം ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും നമ്മൾ ആ സമയത്തിന് മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക. എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും റിലാക്സ് ആയിട്ടിരിക്കാനും ഒപ്പം പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും എല്ലാം നമുക്ക് എന്ത് വേണം? സമയം വേണം. ആ സമയത്തിന് നമ്മൾ വേസ്റ്റ് ചെയ്യാതെ മാക്സിമം നോക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നോക്കുക. അപ്പോൾ അതിന് ഈ ടെക്നിക്സ് എല്ലാം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള കമൻറ്റ്സ് എന്തായാലും പറയണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതും പോയി കാണുക. രണ്ടിനും ലൈക്ക് കൊടുക്കുക, രണ്ടിനും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ 3rd പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3rd പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.